ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. വളരെ തിരക്കായിരിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു പഴയകാല പലഹാരമാണെങ്കിലും ഇപ്പോഴും എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു പലഹാരമാണ്. വളരെ ഹെൽത്തിയാണ് ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റോസ്റ്റ് ചെയ്യാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അത് കുറച്ച് ഹാർഡായിരിക്കും. നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കി വരുമ്പോൾ കുറച്ച് കല്ല് പോലെ ഇരിക്കും. വറുത്ത റവയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല പഞ്ഞി പോലെ ഇരിക്കും. റോസ്റ്റ് ചെയ്ത റവയാണെങ്കിലും നമ്മളത് നനച്ചെടുക്കുന്ന രീതി കുറച്ച് വ്യത്യാസമുണ്ട്. അതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ നോക്കണം. എന്നാലേ ഇത് കറക്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഉള്ള ഒരു പലഹാരമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ റവ എങ്ങനെയാണ് നനച്ചെടുക്കുന്നതെന്ന് നോക്കാം. റവയിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കുറേശ്ശെ ചേർത്ത് ഒന്ന് നനച്ചെടുക്കാം. 1 കപ്പ് റവയാണ്, അതിലേക്ക് 1/4 കപ്പ് വെള്ളം മാത്രമാണ് ചേർത്ത് നനച്ചെടുക്കുന്നത്. ഇതിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത്, കാരണം നനവുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് ചേർക്കാനുണ്ട്. അതുകൊണ്ട് 1/4 കപ്പ് വെള്ളം കൊണ്ട് മാത്രം ഒന്ന് നനച്ചിട്ട് നമുക്കിത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള മറ്റ് ചേരുവകൾ റെഡിയാക്കി എടുക്കാം. 2 ഏത്തപ്പഴമാണ് വേണ്ടത്. അത് തൊലി കളഞ്ഞ് നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഏത്തപ്പഴത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചക്കപ്പഴം ധാരാളമായിട്ട് കിട്ടുന്നത് കൊണ്ട് അതും ചേർത്തുണ്ടാക്കാം. പക്ഷേ ഏത്തപ്പഴമാണ് കുറച്ചുകൂടി ഗുണകരമായിട്ടുള്ളത്. ധാരാളം നാരുകളാൽ സമ്പുഷ്ടമാണ് ഏത്തപ്പഴം. അതുകൊണ്ട് ഏത്തപ്പഴം ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കാം. പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞു ചേരുന്നത് വരെ തിരുമ്മി കുഴക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാൽ വരുന്ന പരുവത്തിലാവും. ആ പരുവമായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കുഴച്ചെടുത്താൽ മതി, തിരുമ്മി കുഴക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പീര പഴം കഷ്ണങ്ങളിൽ ഒന്ന് പൊതിയുന്ന രീതിയിലായാൽ മതിയാകും. ഇനി നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന റവ എടുക്കാം. റവ ഇപ്പം നല്ല ഒറ്റക്കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. നനച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും റവ നല്ല ഡ്രൈ ആയിരിക്കും, കാരണം ആ വെള്ളം എല്ലാം അത് അബ്സോർബ് ചെയ്യും. ഇപ്പം നല്ല ഉണങ്ങിയ റവ പോലെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് തേങ്ങയും പഴവും കൂടി കുഴച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. തേങ്ങയിലെയും പഴത്തിലെയും നനവ് ഈ റവയിലേക്ക് ചേരുമ്പോൾ ഇത് പാകത്തിന് നനഞ്ഞു കിട്ടും. കുറച്ച് കഴിയുമ്പോഴേക്കും ഈ റവ ഇതിൽ നനവെല്ലാം അബ്സോർബ് ചെയ്യും. നമ്മൾ ആദ്യമേ നല്ലതുപോലെ നനച്ചാൽ റവ എല്ലാം കുതിർന്നു പോകും, ഭയങ്കരമായിട്ട് കട്ടയാവും. അപ്പം നമ്മളിത് ഉരുട്ടി ആവിയിൽ പുഴുങ്ങിയെടുക്കുമ്പോൾ കല്ല് പോലെ ഇരിക്കും. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴമുണ്ട നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഇപ്പം നല്ല കറക്റ്റായിട്ട് പാകത്തിനാണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് കുറേശ്ശെ എടുത്ത് കൈവെള്ളയിൽ വെച്ച് 2 കൈയും കൂടി ചേർത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഒത്തിരി അങ്ങോട്ട് പ്രസ് ചെയ്യരുത്, വളരെ പതിയെ ഉരുട്ടി നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. റവയായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനതെല്ലാം നല്ലതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റീമറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലതുപോലെ ആവി വരുമ്പോഴേ നമ്മൾ ഈ ഉണ്ടകളെടുത്ത് വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ആ ഉണ്ടകളെല്ലാം പെറുക്കി വെച്ച് കൊടുക്കാം. ഈ പലഹാരം നമുക്ക് അരിപ്പൊടിയിലും തയ്യാറാക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിലും തയ്യാറാക്കാം. അരിപ്പൊടിയിലായാലും ഗോതമ്പ് പൊടിയിലായാലും അത് നനച്ചെടുക്കുന്നതിലാണ് പ്രധാനം. ഇനി നമുക്കിത് മൂടി വെച്ച് 20 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് ഈ ഉണ്ടകളെല്ലാം വെന്തിട്ടുണ്ട്.
ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഈ സ്റ്റീമറിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണിത്. ഇത് സാധാരണ മിക്ക വീടുകളിലും ഉണ്ടാക്കാറുണ്ട്. ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് വളരെ ഹെൽത്തിയാണ്. നല്ല പഞ്ഞി പോലെയാണ് ഈ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് വളരെ തിരക്കുള്ള ദിവസങ്ങളിൽ രാവിലെയോ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ചായക്കൊപ്പമോ അല്ലെങ്കിൽ രാത്രിയാണെങ്കിലും നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കി കഴിക്കാം. കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. 3 ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.